ഹായ് ഓൾ. ഇന്ന് നമ്മൾ യൂണിറ്റ് 3 സ്റ്റാർട്ട് ചെയ്യുകയാണേ. ബേസിക് പ്രിൻസിപ്പൽസ് ഓഫ് സീഡ് പ്രൊഡക്ഷൻ ടെക്നിക്സ് ഓഫ് സം ഇമ്പോർട്ടൻറ്റ് ക്രോപ്സ് ഓഫ് ഇന്ത്യ. ഇതാണ് യൂണിറ്റ് 3. ഇതിൽ നമ്മൾ സീഡ് ടെക്നോളജിയെ കുറിച്ചാണ് ആദ്യം നോക്കാൻ പോകുന്നത്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ സീഡ് ടെക്നോളജിയെ കുറിച്ചും അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. സീഡ് ടെക്നോളജിയുടെ ഡെഫിനിഷൻ ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് ദ സയൻസ് ഡീലിംഗ് വിത്ത് ദ മെത്തേഡ്സ് ഓഫ് ഇംപ്രൂവിംഗ് ഫിസിക്കൽ ആൻഡ് ജനറ്റിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സീഡ്. എന്താണ് ഇവിടെ പറയുന്നതെന്ന് അറിയാമോ? ഇതൊരു സയൻസ് ആണ്. എന്താണ്? സീഡ് ടെക്നോളജി ഒരു സയൻസ് ആണ്. ഇതിവിടെ മെയിനായിട്ട് ഡീൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു സീഡിൻ്റെ ഫിസിക്കലും ജനറ്റിക്കലുമായിട്ടുള്ള ക്യാരക്ടേഴ്സിനെ ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ്. അതായത് സാധാരണ ഒരു സീഡിൽ നിന്ന് ജനറ്റിക്കലിയും ഫിസിക്കലിയും ഒക്കെ ആയിട്ടുള്ള ഒരു ഇംപ്രൂവ്ഡ് സീഡിനെ ഉണ്ടാക്കിയെടുക്കാൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ്. ഇറ്റ് ഇൻവോൾവ്സ് such activities as variety development, evaluation and release of varieties, seed production, processing, storage and certification. അപ്പോൾ ഇതിൽ ഒരുപാട് ആക്ടിവിറ്റീസ് ഇൻവോൾവ് ആണ്. അതായത് ഒരു സീഡ് നമ്മൾ എടുത്ത് അതിനെ വിത്ത് വിതച്ച് അതിൽ നിന്ന് പുതിയൊരു സീഡ് അല്ലെങ്കിൽ ഒരുപാട് സീഡ് ഡെവലപ്പ് ചെയ്യുകയും അതിനെ പ്രോസസ്സ് ചെയ്യുകയും, അതായത് അതിനെ ഹാർവെസ്റ്റ് ചെയ്ത് പ്രോസസ്സ് ചെയ്ത് സ്റ്റോർ ചെയ്ത് പിന്നെ സർട്ടിഫൈ ചെയ്യുന്ന അത്രയും ലെങ്തി ആയിട്ടുള്ള ഒരുപാട് പ്രോസസ്സുകൾ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ് സീഡ് ടെക്നോളജി. ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ് കേട്ടോ. ഇനി മെയിനായിട്ട് നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യമാണ് സീഡ് ടെക്നോളജിയുടെ ബ്രാഞ്ചസ് എന്തൊക്കെയാണെന്ന്. Seed technology includes the following branches. നമുക്ക് നോക്കിയാലോ. ഇവിടെ 9 ബ്രാഞ്ചസുകൾ തന്നിട്ടുണ്ട്. സീഡ് പ്രൊഡക്ഷൻ, സീഡ് പ്രോസസ്സിംഗ്, സീഡ് സർട്ടിഫിക്കേഷൻ, സീഡ് ടെസ്റ്റിംഗ്, സീഡ് ബയോളജി, സീഡ് സ്റ്റോറേജ്, സീഡ് എൻഡമോളജി, സീഡ് പാത്തോളജി ആൻഡ് സീഡ് മാർക്കറ്റിംഗ്. ഇത് ഓർത്തിരിക്കേണ്ട കാര്യമാണ് കേട്ടോ. അതായത് സീഡ് ടെക്നോളജിയുടെ ഡിഫറെൻറ്റ് ബ്രാഞ്ചസ് ഏതൊക്കെയാണ്. അതായത് സീഡ് പ്രൊഡക്ഷനിൽ തുടങ്ങി സീഡ് മാർക്കറ്റിംഗ് വരെയുള്ള വിവിധ പ്രോസസ്സുകളെ അല്ലെങ്കിൽ വിവിധ ആക്ടിവിറ്റീസിനെ ഓരോ ബ്രാഞ്ചായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കേണ്ട ഒരു കാര്യമാണ് റോൾ ഓഫ് സീഡ് ടെക്നോളജി. ഇവിടെ 4 റോള് കൊടുത്തിട്ടുണ്ട്. ഒന്ന് നോക്കിയേ. ഇംപ്രൂവ്ഡ് സീഡ് ഈസ് എ കാരിയർ ഓഫ് ന്യൂ ടെക്നോളജി. Improved seed is a basic tool for secured food supply. Improved seed is a principal means to secure crop yield in less favorable areas of production, and improved seed is a medium for rapid rehabilitation of agriculture in case of natural disaster. ഇത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? അതെ, റോൾ ഓഫ് സീഡ് ടെക്നോളജിക്ക് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഘോരം എക്സ്പ്ലെയിൻ ചെയ്തതാണ് കേട്ടോ. ഒന്നുകൂടി നമുക്ക് വേഗം പറഞ്ഞു പോവാം. ഇംപ്രൂവ്ഡ് സീഡ് ഈസ് എ കാരിയർ ഓഫ് ന്യൂ ടെക്നോളജി എന്ന് പറഞ്ഞാൽ പുതിയ ടെക്നോളജിയുടെ ഒരു കാരിയറാണ് ഇംപ്രൂവ്ഡ് സീഡ് അല്ലെങ്കിൽ ക്വാളിറ്റി സീഡ്. അതായത് സീഡ് ടെക്നോളജിയിലൂടെ നമ്മൾ കണ്ടുപിടിക്കുന്ന സീഡ് ടെക്നോളജിയിലൂടെ ഇംപ്രൂവ് ചെയ്തെടുക്കുന്ന ഒരു സീഡ് എന്ന് പറയുന്നത് എന്താണ്? ന്യൂ ടെക്നോളജിയുടെ ഒരു കാരിയറാണ്. അതുപോലെ തന്നെ ഇംപ്രൂവ്ഡ് സീഡ് ഈസ് എ ബേസിക് ടൂൾ ഫോർ സെക്യൂർഡ് ഫുഡ് സപ്ലൈ. അതായത് സാധാരണ സീഡ് നടുന്നേക്കാളും ഒരു ക്വാളിറ്റി ഇംപ്രൂവ്ഡ് സീഡ് നട്ട് കഴിഞ്ഞാൽ എന്ത് കിട്ടും നമുക്ക്? അത് ഈൽഡ് കൂടുതലായിരിക്കും അല്ലേ. അങ്ങനെ നമുക്ക് സെക്യൂർഡ് ഫുഡ് സപ്ലൈ അറ്റൈൻ ചെയ്യാനും കഴിയും. ഇനി ഇംപ്രൂവ്ഡ് സീഡ് ഈസ് എ ബേസിക് പ്രിൻസിപ്പൽ മീൻസ് ടു സെക്യൂർ ക്രോപ്പ് ഈൽഡ് ഇൻ ലെസ് ഫേവറബിൾ ഏരിയാസ് ഓഫ് പ്രൊഡക്ഷൻ. അതായത് ലെസ് ഫേവറബിൾ ഏരിയാസ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ എന്താണെന്നറിയോ? ചില സ്ഥലങ്ങൾ എങ്ങനെയുള്ളതായിരിക്കും എന്നറിയാമോ? ഡ്രോട്ട്, അതായത് വളരെയധികം വരൾച്ച വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളുണ്ടായിരിക്കും. ചിലത് വെള്ളപ്പൊക്കം വരുന്ന സ്ഥലങ്ങളുണ്ടായിരിക്കും. ചില സ്ഥലങ്ങളിൽ ഈ ചില പ്രത്യേകതരം പെസ്റ്റ് അറ്റാക്ക് കൂടുതൽ വരുന്ന സ്ഥലങ്ങളുണ്ടായിരിക്കും.
അല്ലെങ്കിൽ ചിലപ്പോൾ ഡിസീസുകളൊക്കെ ധാരാളമായിട്ട് വരുന്ന ചില സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരിക്കും അല്ലേ. അപ്പം അങ്ങനെയുള്ള സ്ഥലത്ത് നമുക്ക് ഇപ്പോൾ ഡ്രോട്ടാണ് അവിടെ വരുന്നതെങ്കിൽ ഡ്രോട്ട് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു സീഡ് നമുക്കവിടെ നടാം അല്ലേ. ഇനി ഫ്ലഡ് ആണെങ്കിലോ അതിനെ റെസിസ്റ്റ് ചെയ്യാൻ കഴിവുള്ള സീഡ്സ് നമുക്ക് സോ ചെയ്യാം. അതുപോലെ ഒരു ഡിസീസ് ആണെങ്കിൽ ആ ഡിസീസ് റെസിസ്റ്റൻ്റ് നടാം, പെസ്റ്റ് ആണെങ്കിൽ പെസ്റ്റ് റെസിസ്റ്റൻ്റ് വെറൈറ്റീസ് നടാം. അങ്ങനെ ലെസ് ഫേവറബിൾ ഏരിയാസിലും നമുക്ക് ക്രോപ്പ് ഈൽഡ് സെക്യൂർ ചെയ്യാൻ ഇംപ്രൂവ്ഡ് അല്ലെങ്കിൽ ക്വാളിറ്റി സീഡ് കൊണ്ട് കഴിയും. ഇനി ഇംപ്രൂവ്ഡ് സീഡ് ഈസ് എ മീഡിയം ഫോർ റാപ്പിഡ് റീഹാബിലിറ്റേഷൻ ഓഫ് അഗ്രികൾച്ചർ ഇൻ കേസ് ഓഫ് നാച്ചുറൽ ഡിസാസ്റ്റർ. അതായത് എന്തെങ്കിലും ദുരന്തം, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് വന്ന സ്ഥലത്ത് നമുക്ക് ഫുഡ് സെക്യൂരിറ്റി കൊണ്ടുവരണമെങ്കിൽ എന്ത് ചെയ്യണം, അവിടുത്തെ അഗ്രികൾച്ചറിൻ്റെ പ്രൊഡക്ഷൻ നമുക്ക് കൂട്ടണം അല്ലേ. ഒന്നെങ്കിൽ നമുക്ക് ഷോർട്ട് ഡ്യൂറേഷൻ ക്രോപ്സ് എടുത്തിട്ട് പെട്ടെന്ന് അവർക്ക് നമുക്ക് ഫുഡ് എത്തിക്കുക എന്നുള്ളത് നോക്കാം. ഇല്ലെങ്കിലോ കുറച്ച് നടുന്നതിലൂടെ കൂടുതൽ ഈൽഡ് കിട്ടുന്ന വെറൈറ്റീസ് നടാം അല്ലേ. അപ്പോൾ ഇംപ്രൂവ്ഡ് സീഡ് ഒരു റാപ്പിഡ് റീഹാബിലിറ്റേഷൻ ഓഫ് അഗ്രികൾച്ചർ ആയിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ സീഡ് ടെക്നോളജിയുടെ റോള് നമുക്ക് മനസ്സിലായേ. ഇനി നമ്മൾ ഈ യൂണിറ്റിലും അടുത്ത യൂണിറ്റിലും മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ് സീഡ് ഡോർമൻസി. എന്താണെന്നറിയാമോ ഈ സീഡ് ഡോർമൻസി? കേട്ടിട്ടുണ്ടല്ലേ സീഡ് ഡോർമൻസി? ആ ചെറിയ ക്ലാസ്സുകളിലെ നമ്മൾ പഠിച്ചു വരുന്നതാണ്. എന്താണ് സീഡ് ഡോർമൻസി എന്നറിയാമോ? ഈ ഡോർമെന്റ് എന്ന് വെച്ചാൽ എന്താ? ഒരു ഇനാക്റ്റീവ് സ്റ്റേജ് ആണല്ലേ. അതായത് പ്രവർത്തനരഹിതമായിരിക്കുന്ന ഒരു സാധനത്തിന് നമുക്ക് ഡോർമെന്റ് ആണെന്ന് പറയാം. അപ്പൊ സീഡ് ഡോർമൻസി എന്ന് വെച്ചാലോ സീഡ് പ്രവർത്തനരഹിതമായിരിക്കുന്ന ഒരു കണ്ടീഷൻ, അതാണ് സീഡ് ഡോർമൻസി അല്ലേ. അപ്പൊ എന്തിനായിരിക്കും സീഡ് നമ്മൾ സാധാരണ നടുന്നു, അത് ജെർമിനേറ്റ് ചെയ്ത് പുതിയ ക്രോപ്പ് ഉണ്ടായി നമുക്ക് അടുത്ത സീഡ് അല്ലെങ്കിൽ അടുത്ത ഹാർവെസ്റ്റ് കിട്ടുന്നു, അങ്ങനെ എങ്ങനെ പോകേണ്ടതല്ലേ. അപ്പം അവിടെ എന്തിനാ സീഡ് ഇനാക്റ്റീവ് ആയിട്ടിരിക്കേണ്ട ആവശ്യം എന്തുവാ? നമുക്ക് എന്താണ് വേണ്ടത്? ഒരു സ്റ്റോറേജ് ലൈഫ് കൂട്ടുക എന്നുള്ളതാണല്ലേ വേണ്ടത്. അതായത് ഇപ്പോൾ ഹാർവെസ്റ്റ് ചെയ്തെടുത്ത സീഡ് ഞാൻ ഇപ്പോഴൊന്നും നടുന്നില്ല, ഞാൻ അടുത്ത സീസണിലേ നടുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ അത്രയും നാൾ ആ സീഡ് സ്റ്റോർ ചെയ്ത് വെക്കണമെങ്കിൽ എന്തായിരിക്കും നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്? അതെ, ആ സീഡ് ഒരു ഇനാക്റ്റീവ് സ്റ്റേജിൽ ഇരുന്നാലേ അടുത്ത സീസൺ വരെ അതിനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ കഴിയും അല്ലേ. ഇറ്റ് ഈസ് ദ റെസ്റ്റിംഗ് സ്റ്റേജ് ഓർ സർവൈവൽ മെക്കാനിസം. ഇത് സീഡിൻ്റെ ഒരു റെസ്റ്റിംഗ് സ്റ്റേജ് അല്ലെങ്കിൽ പ്രതികൂല സാഹചര്യങ്ങളെ സർവൈവ് ചെയ്യുക, അതായത് അതിജീവിക്കാനുള്ള ഒരു മെക്കാനിസം ആണ്. ആൻഡ് ഇറ്റ് ഡിലേസ് ദ ജെർമിനേഷൻ ഓഫ് സീഡ്. ഇതെന്താണ്? സീഡിൻ്റെ ജെർമിനേഷനെ ഡിലേ ചെയ്യും അല്ലേ സീഡ് ഡോർമൻസി. ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ സീഡ് ഡോർമൻസിയുടെ 2 ഡെഫിനിഷൻ ഉണ്ട് കേട്ടോ. സീഡ് ഡോർമൻസിയുടെ ഡെഫിനിഷൻ നന്നായിട്ട് ഓർത്തിരിക്കണം. അപ്പോൾ ഒന്നാമത്തെ ഡെഫിനിഷനാണ് സിംസൺ 1965 തന്നിരിക്കുന്ന ഒരു ഡെഫിനിഷനുണ്ട്. Failure of viable seed to germinate at specified length of time in a set of environmental conditions later evoke germination when the restrictive state of seed is removed naturally or artificially. നോക്ക്, ഒരു സീഡ് എങ്ങനെയുള്ള സീഡാണ്? ഒരു വയബിൾ സീഡ്. വയബിൾ സീഡ് എന്താ? നമ്മൾ സീഡിൻ്റെ വയബിലിറ്റി ടെസ്റ്റ് ഒക്കെ പഠിച്ചിട്ടില്ലേ? എന്തുവാണ് വയബിൾ സീഡ് എന്ന് വെച്ചാൽ? അത് ഒരു സീഡിന് ജെർമിനേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ അതിനെയാണ് വയബിൾ സീഡ് എന്ന് പറയുക അല്ലേ. വയബിൾ സീഡിന് ജെർമിനേറ്റ് ചെയ്യാൻ കഴിവുള്ള അല്ലെങ്കിൽ ജെർമിനേറ്റ് ചെയ്യാൻ ഉള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കുന്ന ഒരു എൻവയോൺമെൻറ്റ് ഉണ്ടെങ്കിൽ പോലും അവിടെ ആ വയബിൾ സീഡിന് ജെർമിനേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അതായത് ജെർമിനേറ്റ് ചെയ്യാൻ കുറേ ഫാക്ടേഴ്സൊക്കെ വേണ്ടേ? ആ ഫാക്ടേഴ്സൊക്കെ ഉള്ളൊരു എൻവയോൺമെൻറ്റ് ഉണ്ട്. എന്നാലും ഒരു വയബിളായിട്ടുള്ള സീഡിന് ജെർമിനേറ്റ് ചെയ്യാൻ കഴിയത്തില്ല. പക്ഷേ എങ്ങനെയാണ്? കുറച്ച് നാൾക്ക് ശേഷം അല്ലെങ്കിൽ ആ റെസ്ട്രിക്റ്റീവ് സ്റ്റേറ്റിനെ നമുക്ക് നാച്ചുറലായിട്ടോ ആർട്ടിഫിഷ്യലായിട്ടോ റിമൂവ് ചെയ്ത് അതിൻ്റെ ജെർമിനേഷൻ
വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ കഴിയും. അങ്ങനെ ഒരു കണ്ടീഷനെയാണ് സീഡ് ഡോർമൻസി എന്ന് പറയുന്നത്. ഇതാണ് സിംപ്സൺ തന്നിരിക്കുന്ന ഡെഫിനിഷൻ. 63-ൽ തന്നിരിക്കുന്ന ഒരു ഡെഫിനിഷനാണ്, ഇറ്റ് ഈസ് എൻഡോജീനിയസ്ലി കൺട്രോൾഡ് ബട്ട് എൻവയോൺമെന്റലി ഇമ്പോസ്ഡ് ആൻഡ് ഇറ്റ് ഈസ് ദ ടെമ്പററി ഇനി അടുത്തൊരു ഡെഫിനിഷൻ ഉണ്ട്, അത് ആമീൻ തന്നിരിക്കുന്നതാണ്. ആമീൻ 1963-ൽ തന്നിരിക്കുന്ന ഒരു ഡെഫിനിഷൻ നോക്കിയാലോ. എൻഡോജീനിയസ്ലി കൺട്രോൾഡ് ബട്ട് എൻവയോൺമെന്റലി ഇമ്പോസ്ഡ് ആൻഡ് ഇറ്റ് ഈസ് ദ ടെമ്പററി സസ്പെൻഷൻ ഓഫ് ഗ്രോത്ത് accompanied by reduced metabolic activity and relatively independent of ambient environmental conditions. ഈ സെന്റൻസ് വായിക്കുമ്പോൾ പേടി തോന്നും അല്ലേ? എന്തൊക്കെയോ വാരി വലിച്ച് കുറേ എഴുതിയിരിക്കുന്ന പോലെ തോന്നുന്നല്ലേ? നമുക്കിതിനെ ഒന്ന് കീറി മുറിച്ചൊന്ന് പഠിച്ചു നോക്കാം. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവർ പറയുന്നുണ്ട്, ഇറ്റ് ഈസ് ദ ടെമ്പററി സസ്പെൻഷൻ ഓഫ് ഗ്രോത്ത് അക്കമ്പനീഡ് ബൈ റെഡ്യൂസ്ഡ് മെറ്റബോളിക് ആക്ടിവിറ്റി. അപ്പോൾ സീഡ് ഡോർമൻസി എന്ന് പറയുന്നത് സീഡിൻ്റെ ഗ്രോത്തിനെ വളരെ കുറച്ച് സമയത്തേക്ക്, അതായത് അല്ലെങ്കിൽ ടെമ്പററി ആയിട്ട് സസ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരവസ്ഥയാണ്. അതായത് ടെമ്പററി ആയിട്ട് സീഡിൻ്റെ ഗ്രോത്തിനെ നമ്മൾ അറസ്റ്റ് ചെയ്ത് വെക്കുകയാണ്, അല്ലെങ്കിൽ അത് ആ ഗ്രോത്ത് നടക്കാതിരിക്കാനായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുകയാണ്. അതായത് ഒരു ഇന്നാക്റ്റീവ് സ്റ്റേജിലേക്ക് ആ സീഡിനെ കൊണ്ടുവരുന്നു. ടെമ്പററി ആണേ. എങ്ങനെയായിരിക്കും നമുക്കപ്പോൾ ഒരു സീഡിനെ ഇന്നാക്റ്റീവ് ആക്കാൻ പറ്റുക? അതിൻ്റെ ഉള്ളിലുള്ള ആക്ടിവിറ്റീസിനെ റെഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ള ആക്ടിവിറ്റീസൊക്കെ കുറയുകയും അതൊരു ഇനാക്റ്റീവ് സ്റ്റേജിലേക്ക് വരും അല്ലേ? അതായത് മെറ്റബോളിക് ആക്ടിവിറ്റീസിനെ റെഡ്യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് അതിന് ഒരു ഇനാക്റ്റീവ് സ്റ്റേജിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ നമുക്കറിയാം ഫോട്ടോസിന്തസിസ്, റെസ്പിറേഷൻ, ഇവയൊക്കെ എന്താണ്? ഒരു പ്രകൃതിദത്തമായ അല്ലെങ്കിൽ ഒരു പ്രകൃതിയിൽ സാധാരണയായി നടക്കുന്ന ഒരു കാര്യമാണ് അല്ലേ? അതുപോലെ തന്നെയാണ് സീഡ് ഡോർമൻസി. ഇറ്റ് ഈസ് എൻവയോൺമെന്റലി ഇമ്പോസ്ഡ്. അപ്പോൾ മെറ്റബോളിക് ആക്ടിവിറ്റീസ് കുറച്ച് നമ്മൾ സീഡിനെ ഇനാക്റ്റീവ് സ്റ്റേജിലേക്ക് കൊണ്ടുവന്നേ. അപ്പോൾ ഇത് കൺട്രോൾ ചെയ്യുന്നതാരാ? സീഡ് തന്നെ ആയിരിക്കും അല്ലേ? അതായത് എൻഡോജീനിയസ്ലി കൺട്രോൾ, അതായത് സീഡിൻ്റെ ആന്തരികമായി തന്നെ അതിനെ കൺട്രോൾ ചെയ്യപ്പെടും. ഇതെങ്ങനെയാണ് ഈ ഒരു ഇനാക്റ്റീവ് സ്റ്റേജിൽ നിലനിൽക്കേണ്ടതെന്നറിയാമോ? പുറത്ത് എന്തൊക്കെ അഡ്വേഴ്സ് കണ്ടീഷൻസോ ഫേവറബിൾ കണ്ടീഷൻസോ എന്ത് തന്നെ കണ്ടീഷൻ ആണെങ്കിലും ഈ ഒരു ഇനാക്റ്റീവ് സ്റ്റേജ് കണ്ടിന്യൂ ചെയ്ത് പോകണം. അതിനെയാണ് സീഡ് ഡോർമൻസി എന്ന് പറയുന്നത്. ഇതാണ് ആമീൻ തന്ന സീഡ് ഡോർമൻസിയുടെ ഡെഫിനിഷൻ. ഇതിൽ രണ്ടിൽ ഏതാണോ നിങ്ങൾക്ക് എളുപ്പം അത് നിങ്ങൾ ഓർത്തിരിക്കണം. ഇനി ആമീൻ്റെ തിയറി പ്രകാരം ഡോർമൻസിയെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം കേട്ടോ. ഇത് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. Based on Amin definition, the dormancy can be classified into two, such as innate dormancy or primary dormancy, and second one is secondary dormancy. അതായത് ഡോർമൻസിയെ നമ്മൾ ഇന്നേറ്റ് അല്ലെങ്കിൽ പ്രൈമറി ഡോർമൻസി എന്നും സെക്കൻഡറി ഡോർമൻസി എന്നും ക്ലാസിഫൈ ചെയ്യാണ്. ഇനി ഇതിന് ഫർദർ ആയിട്ട് ഒരുപാട് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഡോർമൻസിയുടെ ക്ലാസിഫിക്കേഷൻ നമുക്ക് അടുത്ത സെഷനിൽ നോക്കാം. അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കണം കേട്ടോ.